അമിത്ഷാ ഈ കാര്യം പറഞ്ഞതോടുകൂടി ഈ കാര്യം ക്ലോസ് ആവുകയാണ്. അതായത് അവർ ഇറങ്ങും. നമ്മൾ 60-65 വയസ്സുള്ള 2 കന്യാസ്ത്രീകൾ ഈ ഒട്ടും സൗകര്യമില്ലാത്ത ജയിൽ നിലത്ത് കിടക്കുകയാണ്. അവരെത്രയും പെട്ടെന്ന് വരാനുള്ള കാര്യങ്ങൾ നടക്കുന്ന സന്തോഷം തന്നെ. അത് അദ്ദേഹം രാജീവ് ചന്ദ്രശേഖർ അമിത്ഷായോട് സംസാരിച്ചാണെങ്കിലും തിരിച്ചാണെങ്കിലും ഒക്കെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ അമിത്ഷായെ രാജീവ് ചന്ദ്രശേഖരനെ ഇതിന് പ്രേരിപ്പിച്ചത് എന്താണ് നമ്മൾ ഒരിക്കലും മറക്കരുത്. എന്താണത്? അവരുടെ രാഷ്ട്രീയമാണത്. കാരണം കേരളത്തിൽ 1 മുതൽ 10 വരെയുള്ള സീറ്റുകൾ വേണമോ, അല്ലെങ്കിൽ തങ്ങളുടെ കോർ ഐഡിയയിൽ ഈ മതപരിവർത്തനം നടത്തുന്നവരാണ് കന്യാസ്ത്രീകൾ, ഇവരതിനാണ് വന്നിരിക്കുന്നതെന്ന ഈ ആ സംസ്ഥാനത്തെ BJP മുഖ്യമന്ത്രി ശരിയാവണ്ണം പറയുന്ന ഞങ്ങളുടെ കോർ ഐഡിയയിൽ നിൽക്കണമോ എന്നൊരു ചോദ്യം അമിത്ഷായ്ക്കും രാജീവ് ചന്ദ്രശേഖരന് മുന്നിൽ വന്നു. ആ ചോദ്യത്തിന് ഉത്തരം അവർ സ്വീകരിച്ചിരിക്കുന്നത് ഞങ്ങൾക്ക് കേരളത്തിൽ 1 മുതൽ 10 വരെയുള്ള സീറ്റുകൾ വേണം. ഈ കന്യാസ്ത്രീകളെ ഇങ്ങനെ ബുദ്ധിമുട്ടിച്ചിട്ട് ഈ അപ്പുറത്ത് വരാനുള്ള വോട്ടുകൾ തള്ളിക്കളയാൻ പറ്റില്ല. കോർ ഐഡിയ BJP എപ്പോഴും അങ്ങനെയാണ് ചെയ്യുക. കോർ ഐഡിയ പിന്നെയും അവരുടെ കയ്യിൽ എപ്പോഴും സ്ട്രോങ് ആയിട്ട് കോർ ഐഡിയ ഉണ്ടാകും. അവരുടെ ഐഡിയോളജി, അവരുടെ രാഷ്ട്രീയം അവരുടെ കയ്യിൽ സ്ട്രോങ് ആയിട്ടുണ്ടാകും. അതൊരിക്കലും ഇല്ലാതായി പോയില്ല. RSS ഒക്കെ വളരെ സ്ട്രോങ് ആയിട്ട് നിന്നുള്ളൂ. അതിന് അവിടെ ബജരംഗത്തിലും നിരവധിയായിട്ടുള്ള ഔട്ട്ഫിറ്റുകളുണ്ട്. പക്ഷേ ഇപ്പോൾ രാഷ്ട്രീയം ഈ സീറ്റ് പിടിക്കുക എന്നുള്ളതാണ്. അത് അമിത്ഷായ്ക്കും ആവശ്യമാണ്, നരേന്ദ്രമോദിക്കും ആവശ്യമാണ് കേരളത്തിലെ സീറ്റുകൾ. അതുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെയാണ് ഞങ്ങളുടെ നിലപാട് എന്നെടുക്കാം.